ശബരിമലയിൽ നിന്ന് 65 പാമ്പുകളെ പിടികൂടി. തീർത്ഥാടനം തുടങ്ങിയ വൃശ്ചികം 1 മുതൽ ഇതുവരെയുള്ള കണക്കാണിത്. ഉഗ്രവിഷമുള്ള 11 അണലികളെ ഉൾപ്പെടെയാണ് വനം വകുപ്പ് പിടികൂടിയത്. നന്ദുഷയുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. നന്ദുഷ, ഇനി തുടർ പരിശോധനകൾക്ക് വനംവകുപ്പ് തയ്യാറാകുന്നുണ്ടോ? വൃശ്ചികം 1 മുതൽ ഇന്ന് വൃശ്ചികം 12 ആയിരുന്നു. ഈ 12 ദിവസത്തിനിടയിലാണ് 65ഓളം പാമ്പുകളെ ശബരിമലയിൽ നിന്നും പമ്പയുടെ പരിസരത്ത് നിന്നും പിടികൂടിയിരിക്കുന്നത്. ഇത് വനംവകുപ്പിന്റെയും അതോടൊപ്പം വനംവകുപ്പ് പ്രത്യേകമായി നിയമിച്ച പാമ്പ് പിടുത്തക്കാരുടെയും വനംവകുപ്പ് വാച്ചർമാരുടെയും പരിശോധനയെ തുടർന്നാണ് വിഷപ്പാമ്പുകളെ അടക്കം പിടികൂടിയത്. 11ഓളം അണലികളും ഈ കൂട്ടത്തിൽ പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏതായാലും ഒരു പാമ്പിനെ ഇതിൽ പിടികൂടിയിരിക്കുന്നത് 18ആം പടിക്ക് മുകൾ ഭാഗത്തുള്ള റൂഫിംഗ് ഷീറ്റിന്റെ മുകളിൽ നിന്നാണ്. അതായത് സന്നിധാനത്തുൾപ്പെടെ പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ 12 ദിവസത്തിനിടെ 65ഓളം പാമ്പുകളെ കൃത്യമായി നിരീക്ഷണത്തിലൂടെ പിടികൂടാനായി എന്നുള്ളത് വനംവകുപ്പിന്റെ പരിശോധനയുടെ വിജയമായി കണക്കാക്കാം. ഇതേ രീതിയിൽ തന്നെ മകരവിളക്ക് തീർത്ഥാടനം കഴിയുന്നിടം വരെ മകരവിളക്ക് തീർത്ഥാടനം കഴിയുന്നിടം വരെ പരിശോധന തുടരാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഏതായാലും ഈ വിഷയത്തിൽ തീർത്ഥാടകർ കൂടുതലായി തമ്പടിക്കുന്ന പമ്പയുടെയും ശബരിമലയിലെയും നിലയ്ക്കലെയും ഭാഗങ്ങളിൽ വനംവകുപ്പിന്റെ കർശന പരിശോധനയും നിരീക്ഷണവും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. വർഷം ശരി നന്ദുഷ.